ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ചിലെ പ്രദക്ഷിണം, തിരുനാൾ പ്രദക്ഷിണം. ഇന്നലെ രാത്രി 2 മണി കഴിഞ്ഞു. അമ്പൊക്കെ കണ്ടു വന്ന് ലേറ്റായി, എഴുന്നേക്കാനൊക്കെ രാവിലെ ലേറ്റായി. അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിൽ അളിയനും പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കുകളായിരുന്നു. ഇപ്പൊ ഏകദേശം സമയം വൈകിട്ട് ഒരു 6 മണിയായി. എന്തായാലും നമ്മളിതേ ഇറങ്ങാൻ പോവാണ്. എല്ലാവരും ഒരു ലൈക്കൊക്കെ തന്നിട്ട് വീഡിയോ കണ്ടോളൂ. അപ്പൊ ഇന്നത്തെ പരമാവധി എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ പ്രദക്ഷിണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതുപോലെ വെടിക്കെട്ടുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറ്റാവുന്ന പോലെ നമുക്ക് ഒരുമിച്ച് കാണാം. ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. ഇനി അധികം ഒന്നും പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന് നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കിഴക്കേ പള്ളിയുടെ അതിലേ ഇങ്ങനെ വളഞ്ഞ് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ അതിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും കൂടി പഠിച്ച സ്കൂളാണ്. ഇതേ വീഡിയോയിൽ കാണാം നമ്മുടെ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ. കാളവണ്ടിക്ക് പുറകിലായിട്ട് പ്രദക്ഷിണം നയിച്ചുകൊണ്ടിരിക്കുന്ന വളണ്ടിയർമാരെയാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് ഈ പ്രദക്ഷിണം നയിച്ചുകൊണ്ടിരിക്കുന്ന വളണ്ടിയർമാരോടാണ്. അവർ എന്നോട് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ എനിക്ക് ഇതുപോലെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് എടുക്കാൻ സാധിച്ചത്. ഈ വീഡിയോയിൽ 2 ദിവസത്തെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. തിരുനാൾ പ്രദക്ഷിണത്തിൻ്റെ അന്നത്തെ ദിവസവും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചന്താമ്പിൻ്റെ ദിവസവും 2 ദിവസത്തെ കാര്യങ്ങൾ ഒരുമിച്ച് ഈ വീഡിയോയിലുണ്ടാവും. ഇതോടുകൂടി നമ്മൾ ഇരിഞ്ഞാലക്കുട പെരുന്നാളിൻ്റെ വീഡിയോ അവസാനിപ്പിക്കും. കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരുനാൾ പ്രദക്ഷിണങ്ങളുടെ കൂട്ടത്തിൽ ഇരിഞ്ഞാലക്കുട പെരുന്നാളും ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇനിയുള്ള കാഴ്ചകൾ കണ്ടു തന്നെ അറിയുക. സമയമൊക്കെ ഏകദേശം ഇരുട്ടായി തുടങ്ങി. പ്രദക്ഷിണം നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തി നിൽക്കുകയാണ്. ഇനി നേരെ പള്ളിയിലേക്ക് കയറുന്ന കാഴ്ചകളാണ്
നമ്മൾ കാണാൻ പോകുന്നത്. അതിനോടൊപ്പം വന്ന കാളവണ്ടി രണ്ടും അപ്പുറത്തെ വാതിലിലൂടെ കയറാൻ പോവാണ്. നമുക്കതൊന്ന് നോക്കാം. കാളവണ്ടി രണ്ടും കാറ് കയറുന്ന ഭാഗത്തു കൂടെ അകത്തേക്ക് പ്രവേശിക്കും. ആൾക്കാരൊക്കെ പള്ളിയുടെ സ്റ്റെപ്പ് കയറിയിട്ടാണ് പ്രദക്ഷിണത്തിൽ. സ്വന്തമാക്കാം. സ്മാർട്ട് ഫോണിൽ 0% അപ്പോൾ സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും സ്മാർട്ട് മീറ്ററുമല്ല ഇനി നിങ്ങൾക്ക് സ്മാർട്ട് മീറ്ററുകൾ സ്വന്തമാക്കാം. ചിലർക്കാളും കൂടുതൽ കൂടുതൽ സർപ്രൈസ് ഓഫറുകൾ 7736 ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നിമിഷങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. അത്രയും ഭക്തിയോടുകൂടിയാണ് എല്ലാവരും ഈ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര വിശ്വാസത്തോടെ എത്ര രാജകീയമായാണ് ഇരിങ്ങാലക്കുട കത്തീഡ്രലിലെ വിശ്വാസികൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളം ആഘോഷിക്കണേന്ന് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. അവിടുത്തെ മുത്തുക്കുടകളും അവിടുത്തെ ആഘോഷങ്ങൾ ഒരു വേറെ ലെവൽ തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ഇടയിൽ എനിക്ക് നമ്മുടെ ചാനലിനെ പറ്റി 2 വാക്ക് പറയാനുണ്ട്. ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിലൊക്കെ വന്ന ആൾക്കാരോ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ പരമാവധി ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ.
എണ്ണിയാൽ തീരാത്ത പല വർണ്ണങ്ങളിലുള്ള മുത്തുക്കുടകളുടെ ഒരു ഘോഷയാത്ര, പ്രൗഢഗംഭീരമായ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ചർച്ചിലെ തിരുനാളിൻ്റെ പ്രദക്ഷിണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണിയാലും തീരാത്ത മുത്തുക്കുടകൾ. ഞാൻ വീഡിയോ എടുത്ത് ഒരു പരുവായെന്ന് പറയേണ്ടി വരും. കാരണം അത്ര അധികം കുടകളും കാര്യങ്ങളും ആൾക്കാരുടെ ജനപങ്കാളിത്തം കൊണ്ട് അത്ര വലിയൊരു പ്രദക്ഷിണമാണ് എൻ്റെ കൺമുമ്പിൽ കാണാൻ സാധിച്ചത്. അതാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത പരമാവധി കാണുക. വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം തന്നെയായിട്ട് ഒരു പ്രത്യേക അനുഭൂതി ലഭിക്കുന്ന ഒരു പ്രദക്ഷിണ വീഡിയോ ആയിരിക്കും ഇത്.
പ്രദക്ഷിണ ഏകദേശം പള്ളിയോടടുത്തു. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത തിരക്കാണ്. തിരുനാളിൻ്റെ പ്രദക്ഷിണം പള്ളിയുടെ അകത്ത് കയറി. ഇനിയുള്ളത് വെടിക്കെട്ട്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം ഈ കാണുന്ന ജനം മുഴുവൻ. നമുക്കും വെടിക്കെട്ട് കാണാം. പ്രദക്ഷിണം കഴിഞ്ഞതേ വെടിക്കെട്ട് തുടങ്ങി. പക്ഷേ എനിക്ക് തിക്കിലും തിരക്കിലും പെട്ട് ആകെ ഒരു പണി കിട്ടി. ഞാനൊരു മരച്ചോട്ടിൽ പെട്ടു. അപ്പം മരത്തിൻ്റെ അടിയിൽ നിന്നുള്ള വെടിക്കെട്ട് കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോണത്. വെടിക്കെട്ടോടുകൂടി രണ്ടാം ദിവസം, തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തെ പരിപാടി കഴിഞ്ഞു. മൂന്നാം ദിവസം വൈകുന്നേരമായപ്പോൾ ഞാൻ വീണ്ടും വന്നു. അന്ന് ചന്തമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചന്തമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി തേരൊക്കെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. 1-2 തേരുകളൊക്കെ ഉണ്ട്. ആ സമയത്താണ് ഞാൻ വന്നത്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പള്ളിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ അധികം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീണ്ടും അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാം ദിവസവും സെൻറ്റ് തോമസ് കത്തീഡ്രൽ ചർച്ചിൽ തിരക്കിന് ഒരു കുറവില്ല. നിങ്ങൾ നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിയ ദൂരത്തുനിന്ന് ആ പള്ളിയും പരിസരമൊക്കെ കാണാനായിട്ട്. അടിപൊളിയല്ലേ? ഓരോ ചന്തമ്പായിട്ട് അവിടെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കാണാവുന്ന എല്ലാവരും ഇനി കാത്തു നിൽക്കുന്നത് ഇലക്ട്രിക്കൽ ഫയർ വർക്കിനാണ്. ഇത് എവിടുന്ന തുടങ്ങണേന്ന് ഞാൻ അവിടെ പല ആൾക്കാരോടും ചോദിച്ചു. ഒരു ഐഡിയ ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാനും വെയിറ്റ് ചെയ്യാണ്. ഏകദേശം ഇപ്പം തുടങ്ങും. അത് കാണാം നമുക്ക് കേട്ടോ.
തിരുനാളിന്റെ 3-ാം ദിവസത്തിലെ വെടിക്കെട്ടും കഴിഞ്ഞു. അത് കഴിഞ്ഞ സമയത്ത് ആ പള്ളിയുടെ പരിസരത്തും അതുപോലെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോട്ടിലുള്ള തിരക്കൊക്കെ നിങ്ങൾ നോക്കിയേ. അത്ര അധികം ജനങ്ങളാണ് 3-ാം ദിവസവും നമ്മുടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒഴുകിയെത്തിയത്. ഇനി ഇവിടെ ഒരു ബാൻഡ് സെറ്റിന്റെ മത്സരം കൂടി ഉണ്ട്. അത് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കില്ല, കുറച്ച് കാണിക്കാം. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം. നിങ്ങളധികം ബോറടിപ്പിക്കില്ല. കത്തീഡ്രൽ പള്ളിയിലെ ആഘോഷങ്ങൾ ഇനിയും തീരുന്നില്ല. ബാൻഡ് സെറ്റ് കഴിഞ്ഞിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ ഈ കാണാവുന്ന ജനം മുഴുവൻ പങ്കെടുത്തുകൊണ്ട് വീണ്ടും അവിടെ കാര്യങ്ങൾ നടക്കണ്. ഇനി ഞാൻ യാത്ര പറയാൻ നിൽക്കുന്നില്ല, കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ.
ഈ വീഡിയോ ഇഷ്ടമായാൽ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.